ക്രിയേറ്റീവ് വേൾഡ് സേഫ് ആണെങ്കിൽ ഞാൻ അറിയിക്കാം. ഒന്നും പറയണ്ട. ജോയിൻ ചെയ്യാലോ. അവിടെ നല്ല സ്പോൺ കിട്ടി, നല്ല സ്പോൺ കിട്ടി. ഞാൻ ഇപ്പൊ ഇവിടെ ഫോറസ്റ്റ് പോയോ. സോ ഹലോ, ഞാൻ ഒന്നുകൂടി പറയട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. സോ എന്റെ കൂട്ടുകാരന് എനിക്ക് ഇൻവൈറ്റ് ഇടാൻ പറ്റണല്ലോ. അവിടെ എന്തൊരു ഒട്ടയാളാ, എനിക്ക് റെക്കോർഡിംഗ് കൊണ്ട് ഇൻവൈറ്റ് ഇടാൻ പറ്റില്ല. നീ തന്നെ വേൾഡ് ഉണ്ടാക്കി. കേറിയായിരുന്നു എന്ത് ജംഗിൾ ബയോമിലാ. എന്നാ കേറി. ശരി ശരി ശരി. സോ ഗൈസ്, ഇത് നമ്മുടെ ഫസ്റ്റ് മൾട്ടിപ്ലെയർ വീഡിയോ ആണ്. സോ ഞാൻ നുണയൊന്നും പറയുന്നില്ല, നമ്മൾ ഇതിനു മുമ്പ് ഗെയിം ഒന്നും കളിച്ചു നോക്കിയില്ലായിരുന്നു. ഗൈസ്, അപ്പൊ നമ്മള് വുഡ് എടുക്കണേണ്. എന്റെ കൂട്ടുകാരൻ ഉടനെ ജോയിൻ ചെയ്യുന്നതാണ്. ഗൈസ്, നമ്മള് വെപ്പൺ ഉണ്ടാക്കണേണ്. അവിടെ നീ കയറണേ. കേറിയാ കേരളില്ലെന്ന് വെച്ചപ്പോ ഗൈസ് ഇത്. സോ ഗൈസ്, ഇതാണ് എന്റെ കൂട്ടുകാരൻ. നിങ്ങൾക്ക് കേൾക്കാൻ അവൻ പറയണ കേൾക്കൂലായിരിക്കും, പക്ഷെ എനിക്ക് മൊത്തം കേൾക്കാം. അവിടെ രണ്ട് പിക്കാക്സ് ഉണ്ട്, ഒരെണ്ണമാണോ പിന്നെ അറിയാണ്ട് ഉണ്ടാക്കി പോയതാണ്. എന്നാ വുഡ് വേസ്റ്റ് ചെയ്യേണ്ട വെറുതെ. എന്ത് നല്ല സ്പോൺ. പിന്നെ അവിടെ കുമ്മട്ടി മൊത്തം കൊണ്ടുപോലെ, മുക്കുമ്മട്ടി മൊത്തം കൊണ്ടുപോലെ. അവിടെ ഫോൾ ഡാമേജ് എടുക്കാണാ ഇതിന്റെ ഇടക്ക്. അടക്ക് അവിടെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിട്ട് പോയാ. അവിടെ വെള്ളം ഉണ്ട് അടിയില്. എങ്ങനെ ഇരിക്കാൻ. സോ ഗൈസ്, ഞാൻ പറയാൻ മറന്നത്, ഈ കൂട്ടുകാരന്റെ യൂട്യൂബ് ചാനലിൽ ഒരു അബിറക്സം 70 എന്നാണ്. ഇങ്ങനെയുള്ള പ്രോ ഗെയിമിംഗ് വീഡിയോസ് കാണാനായിട്ട് ആ ചാനലും കൂടി ചെക്കൗട്ട് ചെയ്യുക. സോ ഗൈസ്, അവിടെ എവിടാ നീ. നീ എന്താലോചിച്ചിട്ടാ ചാടിക്കൊടുത്തത്. അവിടെ എന്ത് പണിയാളാ, അവിടെ എന്തൊരു ഇതാളാ ഇത്. അവിടെ നാണം ഉണ്ടാളാ. ഗൈസ്, ഇങ്ങനത്തെ പ്രോ ഗെയിമിംഗ് സ്കിൽസ് എന്താളാ കാണിച്ചത്. ലൂട്ടൊക്കെ പോയി, ഇനി ആദ്യം തൊട്ട് തുടങ്ങണം. അവിടെ കേവ് എക്സ്പ്ലോർ ചെയ്യാം. ഇത്രയും വലിയ കേവ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും എന്താണ് സ്റ്റോണിന്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാം. പള്ളി എങ്ങാനും ഇട്ടാണ്ടല്ല. സോ ഗൈസ്, നമ്മൾ സ്റ്റോൺ കളക്ട് ചെയ്യാനാണ്.
സോ ഗൈസ് നമ്മൾ ഫർണസ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ സ്റ്റോണിന്റെ എന്താണ് പിക്കാക്സും ഷോർഡും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ്. പ്രോഗ്രസ് ആണ്. അവിടെ കോപ്പർ വേണമെങ്കിൽ എടുത്തോട്ടെ, കോപ്പർ പുറകിലുണ്ട് ഇതിന്റെ. അത് ഒട്ടു പുറകിലത് കോപ്പറിനെ പ്രേമിച്ചത്. ഓ അല്ല മോനെ, നീ ഒന്ന് ആദ്യം മുന്നിലേക്കോ, എനിക്ക് മുന്നിലേക്ക് പോകാൻ പേടിയാണ്, നീ തള്ളിയിടും. തള്ളിയങ്ങാനും ഇട്ടാണ്ടല്ല, ഇട്ടാലൊന്നുമില്ല. പിന്നെ തുടങ്ങാം. അടിയിലേക്ക് ഇറങ്ങിയാലാ പയ്യെ 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 അവിടെ ഈ സൈഡ് പിടിക്കണ്ട, അപ്പുറത്തെ സൈഡിൽ കൂടി പോവാ. പോയാ പോയാ ഗൈസ്, നമ്മള് കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാണ് പോവാനാണ് ഗൈസ്. എന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുൾ അയൺ ആർമറെങ്കിലും ക്രിയേറ്റ് ചെയ്യണം എന്നാണ്. നടക്കൂലെന്ന് അറിയാം, എന്നാലും നമ്മൾ ട്രൈ ചെയ്യണം ഗൈസ്. ആ ശരിയെന്നാ തിരിച്ചു പോവാ. അതാ ഞാൻ പോണി എന്റെ കാര്യം പോക്ക്. ഇതേ കറക്റ്റ് സ്കെൽട്ടൻ. എന്താണ് ഞാൻ കയറാൻ പോകുമ്പോ മാത്രം ഇങ്ങനത്തെ സാധനങ്ങള്. മച്ചാനെ നൂബായിട്ടല്ല മച്ചാനെ, കളിച്ചിട്ട് കൊറേ നാളെ മച്ചാനെ. എനിക്ക് കളിയൊന്നും തിരിയണില്ല. ഈ ഫോണിലാണെങ്കിൽ ഗെയിമിന് ലാഗ് അടിക്കണ്. ഞാൻ അറിയാണ്ട് ഗ്രാഫിക്സ് കാർഡ് ഇട്ടുപോയി. ഫോൺ മീൻസ് പാഡ്. ഞാൻ അറിയാണ്ട് ഗ്രാഫിക്സ് കാർഡ് എന്തോ ഇട്ടുപോയി ഈ ഗെയിമിന്. ഗ്രാഫിക്സ് പാക്ക് എന്ന് ഉദ്ദേശിച്ച പറഞ്ഞപ്പോ പോയതാണ് മച്ചാനെ. ഗ്രാഫിക്സ് പാക്ക് എന്നാ പറയണ, റിസോഴ്സ് പാക്ക് ആഡ് ഓൺ ഇട്ടതാണ്. എടാ ഗെയിമിംഗ് സ്കിൽസിനെ പുറ്റിക്കലാടാ. ഞാൻ എന്തെങ്കിലും ഇത്ര ഹൊറർ ഗെയിംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തൊരു മനുഷ്യനാണ്. ഏതാന്നാ എടാ ഗ്രാനി എക്സ്ട്രീം മോഡി കംപ്ലീറ്റ് ചെയ്തവനാടാ ഞാൻ. യൂട്യൂബിലെ വീഡിയോ ഉണ്ട് മച്ചാനെ, 500 വ്യൂസ് ഉണ്ടായിനി. ഒന്നല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ഗെയിമിംഗ് സ്കിൽസ് ഒക്കെ ഉണ്ടട്ടാ. ഇത് കൊറേ നാളെ കളിച്ചട്ടാ, അതിന്റെയാണ്. മൈൻക്രാഫ്റ്റിന്റെ കാര്യം തന്നെ പറയാം മച്ചാനെ. ഒരു വേൾഡില് 2 എൻഡർ ഡ്രാഗണൊക്കെ, 2 പ്രാവശ്യം എൻഡർ ഡ്രാഗണെ കൊന്ന മനുഷ്യനാണ് ഞാൻ. എൻഡർ ഡ്രാഗണെ 2 പ്രാവശ്യം കൊന്ന് എന്താണ് ലൈട്രേ എടുത്ത് ഒരു അടിപൊളി വിതരണം തട്ടിയതാണ്. അടിപൊളി അടിപൊളി വിതർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പണി ഉണ്ടാക്കിയ വിതറി ആണോ. അള്ളാണ് ദൈവ ദൂരീനെയൊക്കെ കൊണ്ടിട്ട് സോംബി വില്ലേജർ. ഞാൻ തരാ മേടിച്ചു കൂട്ടിക്കോ. അവിടെ എനിക്ക് എന്നെ ലൂട്ട് കിട്ടിയിട്ടോ, തിരിച്ച് തട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ മച്ചാനെ. നമ്മൾ എന്തെങ്കിലും എൻഡർ ഡ്രാഗനെയൊക്കെ തോപ്പിക്കോ പിന്നെയും. അള എന്തൊരു ഇതാണടാ ഈ ക്രീപ്പർ. എന്തിനാണ് അള്ളാ അള എന്തൊരു കഷ്ടമാടാ. എടേ വിച്ചടാ എടേ എന്തൊരു ഇതാണടാ. എടാ വിച്ചാളെ, നിന്റെ അടുത്തൊന്നും എന്താ ആരും വരാത്തത്? നിന്റെ അടുത്തൊന്നും ആരും ഇല്ലേ? പ്രൊഫഷണല് അവിടെ ഒരു മാസം, 2-3 ആഴ്ച കേട്ടാ. ഞാൻ പഴയതിനെക്കാട്ടും നന്നായി കളിക്കും. നീ എപ്പോഴാ മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാന്? നമ്മള് നെതർ അപ്ഡേറ്റ് വന്നപ്പോ തൊട്ട് കളിക്കണേ വെച്ചാന്. എടാ ഇപ്പൊ എനിക്ക് ഇതിൽ കളിക്കാൻ പറ്റാണ്ട്, എനിക്ക് വലിയ സ്ക്രീനിൽ കളിച്ച് ശീലയില്ല, എനിക്ക് കളിക്കാൻ പറ്റണില്ല.
ഇതൊന്ന് ശീലിച്ചു തന്നെ. ശീലിച്ചു കഴിഞ്ഞാ പിന്നെ കളി പാറൂടാ. ഞാൻ ഐറ്റംസ് സെറ്റ് ആക്കിയിട്ട് ഞാൻ എന്റെ ഐറ്റം തിരിച്ചെടുക്കാൻ പോയതാണ്. അപ്പത്തേക്കും നിലത്തേക്ക് പോയി. എടാ നീ എങ്ങനെ അവിടെ എത്തി? അതാ എനിക്ക് പറയണ്ടേ. നീ നിലത്തെത്തിയാ? നീ എവിടെയാണ് പൊക്കത്ത്? ഞാനും പൊക്കത്താണല്ലോ. എടാ നീ പൊക്കത്താന്നല്ലടാ ഇപ്പൊ പറഞ്ഞു. എടാ നീ എന്നാ മൈനിങ് ചെയ്യാൻ മേളില് ഷീപ്പിനെ കൊല്ലാൻ പറ്റുമോ നോക്കട്ടെ. എല്ലാത്തിനും ബെഡ് റെഡിയാക്കാ. അതെ അതെ അതെ. ഞാൻ അപ്പത്തേക്കും കുറച്ച് ഷീപ്പും അല്ലെ ഷീപ്പില്ലെങ്കിൽ ഫുഡെങ്കിലും എടുക്കട്ടെ. രാത്രി എങ്ങനെ ഞാൻ അങ്ങോട്ട് വരാം. അല്ലാണ്ട് രണ്ടുപേരും ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്താൽ ശരിയാവൂല. അതെ അതെ, അടിപൊളി സ്പോൺ. നീ കേവിൽ ചെന്നിട്ട് നിനക്ക് എന്തൊക്കെ കിട്ടി? ആ 12 കിട്ടി. എല്ലാ എണ്ണ അടിച്ചോണ്ടും പോയാ? ആ സ്കെൽട്ടൺ സ്പോൺ ആയി തുടങ്ങി. ഞാൻ മഞ്ഞിട്ട് അങ്ങോട്ടേ. ആ കുറ്റിക്കല മച്ചാനെ. പഴയ ഗെയിം പ്ലേ ഒന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് യൂട്യൂബ് ചാനലിൽ ബുദ്ധി ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ ഉണ്ടല്ല. അതാണ് മുത്തേ. രാത്രി വെറുതെ ഇങ്ങനെ ഒറ്റ കിടന്നിട്ട് കാര്യമില്ല. എനിക്കാകെ 2 ഗോളേ കിട്ടിയുള്ളൂ. എന്തൊരു കഷ്ടമാണ്. മച്ചാനെ കോർഡിനേറ്റ്സ് ഒന്ന് പറഞ്ഞുതരാം മച്ചാനെ. അതാണ് മുത്തേ. എനിക്ക് കേവ് കിട്ടുമെന്നാണല്ലടാ. നീ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കും. ഞാൻ വേറെ കേവ് കിട്ടുമോ നോക്കട്ടെ. എന്നിട്ട് ഞാൻ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നിനക്ക് എന്റെ ടാഗ് കാണണ്ട? അതെനിക്കറിയാം. ഞാനിപ്പോഴും ബയോമിൽ തന്നെയാണ്. നിന്നെ തപ്പി നടന്ന് ഞാൻ ചിലപ്പോ ഇപ്പൊ ചാവും. നിറച്ച് എനിമീസ് ആണ്. ഞാൻ ഓർമ്മല്ല എപ്പോഴാണ് ഇത്ര എനിമീസ് വന്നു തുടങ്ങിയ. ഹാർഡിൽ ഇത്ര ഉണ്ടായില്ലല്ലോ വണ്ടി. മച്ചാനെ നല്ല അടിപൊളിയായിട്ടാണ് തോറ്റത്. നമ്മുടെ ഒപ്പം തന്നെ കഴിഞ്ഞ 2-3 കളിയും. ഞാൻ പറയണില്ല. ശരിയാലേ ഗൈസ്. ഏത് കളിയാന്നറിയില്ല ഗൈസ്. എന്റെ യൂട്യൂബ് ചാനലിന്റെ കാര്യം പറഞ്ഞതാണ്. നീ എവിടം വരെ പോയി? നീ ഡീപ്പാണാ? പൊക്കത്താ? പൊക്കത്ത് എങ്ങനെയാടാ നിനക്ക് ഡയമണ്ട് കിട്ടിയത്? ഞാനാ കേവ് എക്സ്പ്ലോർ ചെയ്താനേ. ഏത് നേരത്താണാവോ എനിക്ക് ചാടാൻ തോന്നിയത്. ചെമ്പി കോർഡിനേറ്റ്സ് ഒന്ന് പറയൂ. കുഴി. സൂപ്പർ. ഗൈസ് മൾട്ടിപ്ലെയർ ഒഴിവാക്കുക ഗൈസ്. എന്റെ പ്രോ ഗെയിമിംഗ് സ്കിൽസ് കാണണമെങ്കിൽ എന്റെ സർവൈവൽ സീരീസ് കണ്ടാൽ മതി ഗൈസ്. അതിൽ നമ്മൾ എല്ലാരും ഡിഫീറ്റ് ചെയ്യുന്നതായിരിക്കും. എന്റെ കോർഡിനേറ്റ്സ് ഓൺ ആക്കിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഡിസ്റ്റായി. ശരി, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. കോർഡിനേറ്റ്സ് അവിടെ ഷോ കോർഡിനേറ്റ്സ് ഓൺ ആക്കി വെച്ചാനേ. -12 -12 -12 -20.
ഇപ്പൊ തെറ്റാക്കാല -12. ഞാൻ അടിയിലോട്ടും പോ ഇതെന്തൊരു അവിടെ ഞാൻ കണ്ടുപിടിച്ച്. പക്ഷെ ഞാൻ ചത്ത്. അവിടെ കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ കേവ് എക്സ്പ്ലോറേഷന് വരാം. കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എനിക്ക് എന്റെ ലൂട്ട് തിരിച്ചു കിട്ടി. കേവ് കണ്ടുപിടിച്ചു ഗൈസ്. നമ്മൾ ഗൈസ് ഗൈസ് എന്റെ കളി വിട് ഗൈസ്. ഇത് മൾട്ടിപ്ലെയർ ഓൺ ആക്കി കോൾ ചെയ്യണോണ്ട് എന്റെ ഫോണിൽ ഒരു ലാഗ് സംഭവിക്കണതാണ്. ഇന്നെത്തും. കുറച്ച് ഫുഡ് എടുത്തോട്ട് സേഫ്റ്റിക്ക്. നിനക്ക് എന്തെങ്കിലും വേണ്ടി വന്നാലോ? അച്ഛനെ നിന്റെ സ്റ്റോൺ വല്ലതും ഉണ്ടാവും, ഒരു പിക്കാക്സ് ഉണ്ടാക്കാനായിരുന്നു. അച്ഛനെ കുറച്ച് ചോറക്കാൻ പോരാ മച്ചാനെ. നിന്റെ നെയ്മർ ടാഗ് കണ്ടോ വെച്ചാല്? എന്റെ ഒരു തേങ്ങയില്ല, ഞാൻ എന്തുകൊണ്ട് മൈൻഡ് ചെയ്യും? ഫോൾ ഡാമേജ് എടുത്താ വന്നത് ലോട്ട. നീ അങ്ങനെ താഴെ ഇറങ്ങി ഇവിടെ നീ ചാടിയാ നീ? ഔ, ചാടാനുള്ള അത്രയും എന്താണ് ക്വാളിറ്റി എന്റെ ഇല്ല തൽക്കാലം. സോ ഈ ഫോണും വെച്ചിട്ട് ഈ കളി കളിച്ചിട്ട് ഞാൻ അങ്ങനെ ക്ലച്ച് ചെയ്യാൻ നോക്കിയാണ്ടല്ല എന്റെ കാര്യം പോക്കാണ്. മച്ചാനെ നമ്മളെ കണ്ടു വെച്ചാനെ, വഴി കണ്ടു വെച്ചാനെ, മച്ചാനെ എന്തെങ്കിലും താമച്ചാനെ കയ്യില് മൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. അവിടെ എന്തേലും സ്റ്റോണെങ്കിലും എന്താ മൈൻഡ് ചെയ്യാൻ? കുറച്ച് ഒരു 2 സ്റ്റിക്കുണ്ടാ? സ്റ്റിക്ക് മാത്രമേലും കുഴപ്പമില്ല. അതാ കല്ലില്ലെങ്കിൽ അയ്യണെങ്കിൽ എന്താടാ? സ്വയം എടുത്താ ചേടാ. അവിടെ നീക്കിന് മാറി. താങ്ക് യു. 3 കിട്ടി. സ്റ്റിക്കുണ്ടോ? ബാക്കി ഞാൻ സെറ്റാകാം. സ്റ്റിക്ക് തന്നിട്ടില്ല വെച്ചാൽ നിന്നെ എറിഞ്ഞതാ. ഫർണസ് പ്ലേസ് ചെയ്ത വെച്ചാൽ ഫർണസ് പ്ലേസ് ചെയ്ത വെച്ചാൽ അതിന്റെ ആകെ 2 സ്റ്റിക്കുള്ളൂ പണ്ടാരം പിടിക്കാനായിട്ട്. കത്തിക്കാൻ പോയ അവിടെ നിന്റെ ഒന്നുമില്ല, കോള് പോലും ഇല്ലേ? ബോട്ടാണ് മേൻ. അതെ അതെ, 2 ഞാൻ ജയിക്കണുള്ളൂ. 2-2. ഞാനിവിടെ അച്ഛനെ ഞാൻ ഒന്നുകൂടി ചത്തിട്ട് ഞാൻ ലൂട്ടൊക്കെ ഇട്ട് വരട്ടെ. ക്രീപ്പർ. ആളാ ഞാൻ ചത്ത ലൂട്ടൊക്കെ ഇട്ട് വരാം. എന്നാ നീ പിടിച്ചോ നിന്റെ ആയ.
ഞാൻ രാവിലെ ആയിട്ടുണ്ട്. ഞാൻ രാവിലെ മേളത്തെ എക്സ്പ്ലോറേഷൻ ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം. ആ പൊടി ഞാൻ എന്റെ കൊറേ സാധനം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാനതൊക്കെ തിരിച്ചു പിടിച്ചിട്ട് വരാം. എടാ നീ ഒക്കത്തേക്ക് അറിയില്ല. എന്നാ എനിക്ക് മൈൻ ചെയ്യണം. ഇന്ത്യയിലെ ആർമറൊന്നും പണിയാനുണ്ട് എനിക്ക്. ഞാൻ കൊറേ ഫുഡ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ലൂട്ട് തപ്പണാണ്. ലൂട്ടൊന്ന് തിരിച്ചു കിട്ടിയായിരുന്നു ഇത് പൊളിച്ചാന്. ഞാൻ നോക്കിയിട്ട് കാര്യം ഉണ്ടാന്ന് അറിഞ്ഞൂടാ. എന്നാലും നോക്കട്ടെ. ആഹാ വേറൊരു അടിപൊളി കേവ്. പാണ്ഡേനെ കിട്ടി. അടിപൊളി. ലൂട്ട് തപ്പുമ്പോ ഇതിനെ കിട്ടണം. പണ്ട് കൊന്നിട്ടുണ്ട്. ഇപ്പൊ കൊല്ലൂല. ഗൈസ് ഈ ഗെയിം പ്ലേ കണ്ടിട്ട് ഞാനൊരു ന്യൂബാന്ന് പറയരുത് ഗൈസ്. കാര്യം എന്റെ സർവൈവൽ സീരീസിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അയണാർമാർ പണിയുന്നതാണ് ഗൈസ്. ദൈവമേ. എടാ ഞാൻ ഡയമണ്ട് ബ്ലോക്ക് പടുത്തിട്ടുള്ളതാണ് 5-6 എണ്ണം. ബ്ലോക്കല്ലടാ നമ്മടെ കയ്യിൽ നെതറൈറ്റ് ഇൻഡസ്ട്രി ഒരു ബ്ലോക്കും ഉണ്ടായിരുന്നിട്ട് ഒരു കാലത്ത്. ആ എടാ ഞാൻ ഒറ്റ കളിക്കണോണ്ടാണ്ട എനിക്ക് ശീലയിലെ കളിച്ച് പോണായിരുന്നു. ഞാനിപ്പോ പൊളിച്ചാന് ഒറ്റവൻ. ഓ ഫുഡ് ഞാൻ കൊറേ കളക്ട് ചെയ്തിട്ടുണ്ടാ. കൊറേ കുമ്മട്ടി റെഡി. കുറച്ചും കൂടി കളക്ട് ചെയ്തിട്ട് എന്തായാലും ഞാൻ മേളിലുണ്ട്. എന്തായാലും കുറച്ചും കൂടി കളക്ട് ചെയ്യാം. അവിടെ ഒരാള് മൈനിങ് നോക്കുമ്പോ ഒരാള് മേൽഭാഗത്തെ കാര്യങ്ങൾ നോക്കണം. അടുത്ത പ്രാവശ്യം ഞാൻ മൈനിങ് നോക്കുമ്പോ നീ വെള്ളത്തെ നോക്കണം. മനസ്സിലായ? ഫുൾ ഫോക്കസ്. ഓ മരം വെട്ടട്ടാ. കുറച്ച് മരവും കൂടി വെട്ടിയേക്ക. കുറച്ചും കൂടി വെട്ടാ. ഓക്കെ 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 ഓക്കെ. ഓക്ക് ലോഗ് റെഡി. ക്രാഫ്റ്റിംഗ് ടേബിൾ റെഡി. സ്റ്റിക്ക് റെഡി. വെപ്പൺ റെഡി. എന്തൊരിതാണ് അച്ഛനെ. എത്ര വുഡ് ഉണ്ടേനാ മച്ചാനെ? ഒരു സ്റ്റാക്കാ? ഓ വുഡല്ല. നീ എത്ര പ്ലാങ്ക് വേണോന്ന് പറ. അതായിരിക്കും നല്ലത്. ആടാ ശരിയാടാ. കൊണ്ടുവരാടാ 10 സ്റ്റാക്ക്. ഞാൻ മഞ്ഞ് കോർഡിനേറ്റ്സിലേക്ക് വരാ. എന്റെ ലൂട്ട് പോയി നോക്കണം. എന്റെ 2 ലൂട്ടും കാണാനില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ സപ്നോട്ടിക്ക് തന്നെ എളുപ്പം. ഇതെന്ത് തേങ്ങയാണിത്? ആ സപ്നോട്ടിക്ക് അത്ര എളുപ്പം കേട്ടാ. നീ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാ? ഓക്കെ. ഞാൻ കംപ്ലീറ്റ് ചെയ്യോളാം ഒരു വീഡിയോയില്. എപ്പോഴാന്ന് അറിഞ്ഞൂടാ. കോള് കാണുന്ന വഴി കണ്ടതിനെ ഞാൻ കൊണ്ടുവരാം. ഞാൻ ഫുഡ് എന്താണ് ഒരു സ്റ്റാക്കർ നിറച്ചെടുക്കും വട്ടി. കോള് ഞാൻ ഇറങ്ങാൻ വഴി കൊണ്ടുവരാം. കോർഡിനേറ്റ്സ് പറ മുത്തേ.
ഇപ്പോഴും -12 ഞാൻ എങ്ങീട്ടില്ല അവിടെ നിന്ന്. -12 -12 20 കമ്മിങ് 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 ബ്രോ. -12 ഞാൻ -9 എത്തി അള്ളാണത്തെ. ഞാനിപ്പോ 65ാമത്തെ ബ്ലോക്കിലാണ്. എന്തൊരവസ്ഥ, -12 എത്തണോല. അച്ഛനെ കണ്ടുപിടിച്ചോന്ന് വേണ്ട. കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചടാ, കേവ് കണ്ടുപിടിച്ചടാ. നിന്റെ ഗെയിമർ ടാഗ് കാണാ. പയ്യെ ഇറങ്ങ്, പയ്യെ 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 പയ്യെ. ഡാമേജ് ഒന്നും ഉണ്ടാക്കണ്ട, പയ്യെ ഇറങ്ങണ. ആ ഡാമേജ് ഉണ്ടാക്കല്ലേന്ന് പറഞ്ഞപ്പോ ഉണ്ടാക്കി. അവരാതമേ ബൈക്കോളൊന്നും കാണാനില്ല ബൈ ഇവിടെ. അവിടെ നീ കാര്യം ചെയ്യും, നിന്റെ ബക്കറ്റ് ഉണ്ടാ? നീ പറഞ്ഞ നീ ക്ലച്ച് ചെയ്തെന്ന്. അത് ശരി. ഹലോ, എന്റെ ആകെ എത്ര വുഡ് ഉണ്ടെന്നറിയോ? 6. അടിയില് സോംബി കത്തിയൊരുണ്ട്. വാ വാ. ഇനി ഞാൻ കുറച്ച് മൈനിങ് ചെയ്യട്ടെ. ഇനിയാണ് എന്തെങ്കിലും കുറച്ച് സാധനം വന്നത്. എന്താ മൈനിങ് ചെയ്യാൻ സമയക്കൂലേ? ഡീപ് സ്ലേറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ? മച്ചാന് കോളിഞ്ഞ മച്ചാന്. വുഡ് മതിയാ? വുഡല്ല, പ്ലാങ്ക് മതിയാ? പ്ലാങ്കേ ഉള്ളു. പ്ലാങ്കേ ഉള്ളു. വേറെ പ്ലാങ്ക് ഉണ്ട്. എന്തോ എടാ, വേറെ അടിയൊന്നുമില്ല മാനേ. ഞാൻ ഫുഡ് കളക്ട് ചെയ്യണിരുന്നില്ലേ? നീല ഫുഡ് വേണോന്ന് പറഞ്ഞോട്. എത്രണ്ണം വേണം? അവിടെ തര നാം നടത്തോ? മാ മാ മതി. ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ. അവിടെ സ്റ്റാക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വെച്ചാൽ ഞാൻ തരാൻ വെച്ചാൽ. എന്താ വെച്ചാൽ ഡീപ് സ്ലേറ്റ് കൊണ്ട് മച്ചാനെ കുറച്ച് ഡീപ് സ്ലേറ്റ് എടുക്കട്ടെ ഞാൻ. എനിക്ക് കുറച്ച് മൈനിങ് ചെയ്യണം. എനക്ക് ഒരു 6 മണിയാവും. ടോർച്ചൊട്ടുമില്ല. കോൾ മൈനിങ് ചെയ്യണമെങ്കിൽ നമുക്ക് അടിയിൽ തന്നെ പോണ്ടേ? അവിടെ ചാർക്കോൾ ഉണ്ടാക്കാൻ വുഡ് വേണോന്ന് അറിയാം. ഞാൻ വിചാരിച്ചത് എന്തിനാ ടോർച്ച് ഉണ്ടാവുന്നത്. ഞാൻ കോൾ എന്തിനാന്ന് വെച്ചപ്പോ ഞാൻ വിചാരിച്ച എന്തിനാണ് എനിക്ക് ഫർണസിന് എന്തിനായിരിക്കും എന്നാണ് പറയണ്ടേ. ടോർച്ചിനാന്ന്. ആ വുഡ് ഉണ്ട്. ഇവിടെ വുഡ് ഉണ്ട്. 4 വുഡ് ഉണ്ട്. എന്നാ 4 വുഡ് എടാ. ദേടാ ഇട്ടേക്കാണാ. ദേടാ ആരുടെ ആരുടെ ബുദ്ധിനെ കുറിച്ചാണ് പറഞ്ഞത്? എനക്ക് ഓൾറെഡി 6th സെൻസ് ഉണ്ടാ. ചാർക്കോൾ ഉണ്ടാക്കി. ഞാൻ അപ്പത്തേക്കും കുറച്ചും കൂടി ഉണ്ടാക്കട്ടെ വെപ്പൺ. ഉണ്ടാക്കിയാ ടോർച്ച് ഉണ്ടാക്കിയാ മോനെ.
ഞാൻ തുറക്കണേണ്ടാ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് അടച്ചാൽ ശരിയാവൂല. ഡീപ് സ്റ്റേറ്റ് ചേർത്തി ടോർച്ച് സെറ്റ് ആക്കിയില്ലേ, അത്രേ ഉള്ളു. ഞാൻ ഇച്ചിരി എത്ര ആയുണ്ട് ഇന്ത്യയില്? 8 സത്യം പറ തരണുണ്ട്. ഏ നീ എന്താണ്, നീ അടിയിലേക്ക് മൈൻഡ് ചെയ്യാനാണോ നമ്മള്? അവിടെ ഒരാളൊരു സൈഡ് ഫോക്കസ് ചെയ്യ്. എടാ നീ സൈഡ് ചെയ്യ്, നീ ആ ഫ്രണ്ട് ചെയ്യ്, ഞാൻ സൈഡ് ചെയ്യാ. അതൊക്കെ പഴയ ബിഗ് സ്ട്രൈക്ക് ഡൗൺ ആണ്. കിട്ടി, എന്ത് കിട്ടി? അയൻ കിട്ടി, അടിപൊളി. മച്ചാനെ നീ ഇവിടെ നിക്കട്ടെ, ഞാൻ ഇവിടെ തന്നെ നോക്കട്ടെ, ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ എന്തൊക്കെ കിട്ടി മൈൻഡ് ചെയ്തിട്ട് താഴേക്ക്? ചാടൂല ചാടൂല, ഞാൻ വേറെ മൈൻഡ് ചെയ്യണ്ട്. ഡീപ് സ്ലേറ്റ് മൈൻഡ് ചെയ്യാൻ ഇച്ചിരി പണിയാണ്. എടാ അതിന് സിമ്പിൾ ട്രിക്ക് ഉണ്ടാ, ഒരു സൈഡ് മാത്രം ഡിഗ് ചെയ്തിട്ട് അതിന്റെ അപ്പുറത്തെ സൈഡിൽ കയറി നിന്നാ മതി, ടൈം പോവില്ല. അവിടെ നിനക്ക് എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ ഡയമണ്ട് കിട്ടണ? ഞാൻ എത്ര നേരം ഡിഗ് ചെയ്യണത്, ഞാൻ കിട്ടും. എന്റെ കയ്യില് ടോർച്ചും കൂടി ഇല്ലടാ. അവിടെ കണ്ടോ, അടുത്ത വീഡിയോയില് ഞാൻ ഫുൾ ആർമർ ഉണ്ടാക്കാൻ ഞാൻ നെതറിലും പോവും. നെതറിലൊക്കെ ഞാനും പോയിട്ടുണ്ട് മച്ചാനെ. അവിടെ ഞാൻ ഇപ്പൊ പറയണേ, എന്റെ സോളോസ് എന്താണ്, സോളോ സീരീസിൽ ഞാൻ 10ാമത്തെ എപ്പിസോഡിൽ എന്റെ ഡ്രാഗനെ കൊല്ലും. ചാലഞ്ച് ആയിട്ട് വെക്കണേ. 10ാമത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബേസ് ഒക്കെ പണിയണം മച്ചാൻ, എനിക്ക് XP ഫാം ഒക്കെ പണിയണം പഴയ പോലെ. ഞാൻ അങ്ങനെ റഷ് ചെയ്യൂല, എനിക്ക് എന്തായാലും എൻചാൻഡിങ് ഒക്കെ വേണം, ഒരു രസം. ഞാൻ നീ എടുത്താണെങ്കിൽ എന്റെ അടുത്തായി ഉണ്ടെങ്കിൽ പോലും എനിക്കത് മനസ്സിലാക്കാൻ പറ്റൂല മച്ചാനെ. സാറില്ല അച്ഛനാ, നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ വെച്ചായേ. അടപ്പ ഞാൻ ഈ വേൾഡ് കണ്ടിന്യൂ ചെയ്യണോ, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ? ആടാ ആടാ ആടാ, ഈ വേൾഡ് ഞാൻ കണ്ടിന്യൂ ചെയ്യാട്ടാ. ആ വേണ്ട വേണ്ട, നീ വെച്ചോ, നിന്റെ ഈ തന്നെ വെച്ചോ, നീ തിരിച്ചു വരൂല എപ്പോഴെങ്കിലും. യൂസ് ആയിട്ടിരിക്കട്ടെ. ആടാ ആടാ വെച്ചോ, എന്നാ ശരി വെച്ചായേ. ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ അവസാനിക്കുകയാണ്, കൂട്ടുകാരൻ ബൈ ബൈ പറഞ്ഞിട്ടുണ്ട്. സോ ബൈ ബൈ. സോ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കണ്ടിന്യൂ. അതുവരേക്കും ബൈ.